നമസ്കാരം ഗൈസ്, പുറംപുരാണത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ച വീഡിയോ ഇറക്കുന്നതിൽ ഞങ്ങൾ വലിയ ഗ്യാപ്പിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നത് പോലെ തോന്നൽ. അത് ആദ്യമേ എനിക്ക് മാത്രമാണ്, ഞാൻ 2-3 ദിവസം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് മാത്രമാണോ ഈ ഒരു തോന്നൽ. ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ കേളുവിനും ആ ഒരു ഒപ്പീനിയൻ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇറക്കിയ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ഇറക്കുന്നത്. ആൻഡ് ഈ ഒരു ആഴ്ചക്കുള്ളിൽ ഒരുപാട് സിനിമ ഒരുപാട് റിവീലുകളും ഒരുപാട് സിനിമയുടെ പാട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ പുള്ളിയുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ, പുള്ളി റിവീൽ ചെയ്യുന്നൊരു വീഡിയോ, അതിന്റെ മേക്കിങ്ങിന്റെ ഒരു ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ ഒരു പ്രോജക്റ്റ്, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ബിഗ് പ്രോജക്റ്റ് ആണ്. രണ്ടാം മുഴുവൻ ഞങ്ങൾ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൂവിയുടെ മേക്കിംഗ് ഒക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ ഒരു ബുക്ക് വായിച്ച് എല്ലാവരും സെറ്റ് ആവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയിൽ 3 പേരേ ഉള്ളൂ. ആസ് യൂഷ്വൽ നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായി കാണും. അന്നത്തെ ഒരു ഗ്യാങ് ഇന്നുള്ളൂ. അവൻ കൊടൈക്കനാൽ കറങ്ങാൻ പോയിരിക്കുകയാണ്. ഞങ്ങൾ അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്ര വലിയൊരു പ്രോജക്ട്, അതും 1000 crore ബഡ്ജറ്റിൽ, 1000 കോടി ബഡ്ജറ്റിൽ, ആദ്യത്തെ ഒരു നമ്മുടെ ഒന്നും സ്വപ്നത്തിന്റെ ഒരു പരിധിയിൽ പോലും ഇല്ലാത്ത ഒരു ബഡ്ജറ്റ് ആണ് ഇന്ത്യൻ സിനിമയില്. അങ്ങനെ ഒന്നും ഇറങ്ങിയിട്ടില്ല ഇതുവരെ. നമ്മൾ എല്ലാരും കണ്ട ഒരു എപ്പിക് മൂവി എന്ന് പറയുന്നത് നമ്മുടെ ബാഹുബലിയാണ്. അത് തന്നെ 500 crores ഒതുക്കിയാണ് പുള്ളി മിനിമൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും നല്ല രീതിയിൽ. ബട്ട് 1000 crore മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 500 കോടിക്ക് എന്താണോ ബാഹുബലി ചെയ്തത് അതിന്റെ ഇരട്ടി ആയിരിക്കും. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റുള്ള ബോളിവുഡ് സിനിമകളുടെ ഒരു ബഡ്ജറ്റാണ്. ഒരു കറൻസി കൺവേർട്ട് ചെയ്ത് നോക്കിയാലും ഒരു $150 million എന്ന് പറയുമ്പോഴത്തേക്കിന് അത്യാവശ്യം, അതായത് എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ മാട്രിക്സ് സീരീസിലൊക്കെ ഒരു ബഡ്ജറ്റാണ് നമ്മുടെ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നിന്ന് കൂടുതൽ വർക്ക് ചെയ്ത് പുറത്ത് കൊണ്ടുവരുന്നതാണ്. സോ അതുകൊണ്ട് 1000 കോടിക്ക് മറ്റുള്ള ഇൻഡസ്ട്രിയിലേക്കാളും, അതെ, 1000 കോടിക്ക് ഒരു 2000 കോടി ലെവലിൽ ഈ സിനിമ എന്തുകൊണ്ട് എല്ലാ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഓപ്പണിംഗ് ആയിരിക്കും. ഈ 1000 crore എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂ ആയിരിക്കും വരുന്നത്. നമ്മുടെ ആർട്ട് വർക്ക് ഒക്കെ തന്നെ ആയാലും അല്ലാത്ത ക്രൂ ആയാൽ തന്നെ, മേക്കിംഗ് ഒക്കെ ആയാൽ തന്നെ, നല്ല ഏറ്റവും വലിയ ടീമുകളൊക്കെ തന്നെ ആയിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത്. അതിനെപ്പറ്റി ഒന്നും ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. കാസ്റ്റിംഗിന് മെയിൻ ലാലേട്ടൻ, അതെ, മോഹൻലാൽ, അതെ, നമ്മുടെ അത് തന്നെയാണ് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാൻ ഉള്ള ഒരു കാര്യം ഈ രണ്ടാം മൂഴത്തെ. പിന്നെ നമ്മുടെ സ്വന്തം MDയുടെ ഒരു മഹാഭാരത കഥയെ ബേസ്ഡ് ആയിട്ടുള്ള നാളത്തെ ഒരു കാത്തിരിപ്പാണ് ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി. വർഷങ്ങൾക്ക് മുമ്പ് ഇത് അനൗൺസ് ചെയ്തു, അന്വേഷിച്ച് നടക്കുമോ. മോഹൻലാൽ ഒരുപാട് വേറെ കാസ്റ്റിംഗ് വന്നിട്ടുണ്ട്. മമ്മൂട്ടി ഇടയ്ക്ക് വെച്ച് മോഹൻലാൽ തന്നെ ആദ്യം വന്നു, പിന്നെ മമ്മൂട്ടി വന്നു, പിന്നെ ഒരു ന്യൂസ് വന്നത് മമ്മൂട്ടി മോഹൻലാലും കൂടെ ഓപ്പോസിറ്റ്, ദുര്യോധനനും ഭീമനും തമ്മിൽ അങ്ങനെ ഇരിക്കുന്നു. മമ്മൂട്ടി മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനൗൺസ്മെന്റുകൾ വന്നിട്ടുണ്ട്, വലിയ. പക്ഷെ അതെല്ലാം മുടങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഈ ഒരു ചിത്രത്തിൽ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നായർസാൻ പോലെയൊക്കെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ട് പിന്നെ അതിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഇപ്പോ നമ്മുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടൊരു അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. നമ്മളെല്ലാരും അതിൽ വളരെ മനോരമയുടെ ന്യൂസ് മേക്കർ അവാർഡില് മറ്റോ ആണ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ തലേദിവസം എനിക്ക് സ്ക്രിപ്റ്റ് ഫുള്ള് കിട്ടി, അതിനുശേഷം ഞാൻ ചിലപ്പോ എന്റെ അഭിനയ ജീവിതം നിർത്തുമെന്ന്. പക്ഷെ ഇതിലും വലുതൊന്നും പുള്ളിക്ക് കിട്ടാനില്ല. കാരണം അദ്ദേഹത്തിന്റെ മാക്സിമം അല്ല, അദ്ദേഹത്തിന്റെ കഴിവുകൾ ഒരുപാടുണ്ട്. പക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കാത്തിരിക്കുന്ന റോൾ ഇത് തന്നെയായിരിക്കാം അദ്ദേഹത്തിന്. അതുപോലെ ഇന്നലെ ലാലേട്ടൻ ഒരു ബ്ലോഗ് എഴുതിയിരുന്നു. ആ ബ്ലോഗിൽ പറഞ്ഞ കാര്യം, ഞാൻ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ആയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു 1.5 വർഷത്തോളം ഉള്ള ഒരു പഠനം, ട്രെയിനിങ്. എനിക്ക് തോന്നുന്നില്ല 1.5 വർഷം കൊണ്ട് അദ്ദേഹം ഇത് അതിനേക്കാളും ഒരു മികച്ച രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയും അത് ചെയ്യുന്നതിന്. നല്ലൊരു നീണ്ട കാത്തിരിപ്പ് തന്നെ ആയിരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും. ഇതിപ്പം ഈ ഒരു അവന്റെ ഒരു ഓപ്പണിംഗ് പ്രോസസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ മേക്കിങ്ങും ഒക്കെ വലിയൊരു കടമ്പയാണ്. പിന്നെ ഇതില് പറയേണ്ടത് ഒരു പുതുമുഖ സംവിധായകനാണ്. സോ അദ്ദേഹത്തിന് നമ്മൾ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നു എന്ന് നമുക്ക് അറിയേണ്ടത് ഒടിയൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസായതിനു ശേഷം മാത്രമേ പറ്റത്തുള്ളൂ. കാരണം അത് കാണുമ്പോഴായിരിക്കും നമുക്ക് അത് ഏത് സ്കെയിലിൽ ലെവലിൽ പോകുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ സിനിമയ്ക്കുള്ള ഒരു പ്രതീക്ഷ.
തീർച്ചയായിട്ടും അദ്ദേഹം എന്ന് പറയുമ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടറാണ് അദ്ദേഹം. ഒടിയനും തന്നെ ഒരു നല്ലൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, ഒരു നല്ല വൺ മാർജിന് വരുന്ന ഒരു മൂവിയാണ്. സോ ഒടിയനും നല്ല രീതിയിൽ വരും. അതിന് രണ്ടാം ഊഴത്തിലേക്കുള്ള പ്രതീക്ഷകൾ ഇരട്ടിയാക്കുന്ന രീതിയിലായിരിക്കും ഒടിയനും വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. പടത്തിന് ചെറിയൊരു അനക്കമൊന്നുമല്ല ഈ ഒരു റിവ്യൂ കൊണ്ട് പുറത്ത് വന്നിരിക്കുന്നത്. ഈ ബുക്ക് തന്നെ ഇപ്പൊ ഭയങ്കര ഹിറ്റായിട്ട് ആർക്കും ഓൺലൈനൊന്നും വാങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ ഒരുപാട് കോപ്പികൾ നോക്കിയിട്ടാണ് ഈ ഒരു കോപ്പി ഒപ്പിച്ചത്. അത് മാത്രം വേറൊരു കാര്യം, രണ്ടാം ഊഴം എന്ന നോവലിന്റെ കാര്യം പറയുമ്പോഴും ഒരുപാട് എനിക്ക് തോന്നുന്നു സിനിമ പുറത്തിറങ്ങുമ്പോൾ രണ്ടാം ഊഴം ബേസ്ഡ് തന്നെ ആണെങ്കിൽ ഒരുപാട് ചർച്ചകൾക്ക് അത് വഴിയൊരുക്കും. കാരണം മഹാഭാരതത്തിന്റെ ഒരു വേറിട്ട, അതായത് മഹാഭാരതത്തിൽ നിന്ന് ദൈവികമായിട്ടുള്ള എലമെന്റ്സ് എടുത്ത് മാറ്റി ശ്രീകൃഷ്ണനെ പോലും ഒരു പച്ച മനുഷ്യൻ ദ്രോഹങ്ങളും ചെയ്യുന്ന തെറ്റുകളും ഉള്ള ഒരു പച്ച മനുഷ്യനായിട്ടാണ്. അത് ഒരുപാട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് ഉള്ളൊരു കാലഘട്ടത്തില് ഇങ്ങനൊരു ചിത്രം എടുക്കുകയാണെങ്കിൽ അത് എത്രത്തോളം തീർച്ചയായിട്ടും ലോക സിനിമയ്ക്കല്ല ലോക സാഹിത്യത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് ഈ രണ്ടാം ഊഴം ഉണ്ടായിരിക്കുന്നത്, മഹാഭാരതം. പിന്നെ ഇത് രണ്ടാം ഊഴം എന്നുള്ള കാറ്റഗറി വച്ചല്ല, മഹാഭാരതം എന്നുള്ള ലെവലിലാണ് ചിത്രം പുറത്തിറക്കുന്നതെന്നാണ്. കാരണം എനിക്കൊന്നും നമുക്ക് മലയാളികൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ദഹിക്കാൻ ചാൻസ് ഉള്ളൂ. നോർത്തിലൂടെ പോകുമ്പോൾ അവര് കൂടുതലും ശ്രീകൃഷ്ണനെ ആ ഒരു രീതിയിലുള്ള ഒരു ആരാധനയാണ്. എന്തായാലും മൂവി ഒരു എല്ലാ ഭാഷയിലും ഒരുപാട് ഭാഷകളിൽ അത് അറ്റ് എ ടൈം ഷൂട്ട് ചെയ്യുകയും റിലീസ് ചെയ്യുകയും പ്ലാൻഡ്. ഇതിന്റെയൊക്കെ കൂടെ തന്നെ ഈ വലിയ വലിയ റിവ്യൂകളുടെയൊക്കെ കൂടെ തന്നെ കഴിഞ്ഞ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ മലയാളത്തിലും അല്ലാതെയൊക്കെ ഇളകി മറിയുകയായിരുന്നു. പൊങ്കാല എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. KRK എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ മോഹൻലാലിനെ പറ്റി ഒരു ട്വീറ്റ് ഇടുകയും അത് ഭയങ്കര എന്തിന്റെ ആവശ്യമായിരുന്നു പുള്ളിക്ക് ഈ ഒരു പോസ്റ്റ് ഇടുന്നത്? വെറുതെ വന്ന് ചൊറിഞ്ഞടി മേടിച്ച് പൊങ്കാല ഇട്ടിട്ട് പുള്ളി കിട്ടുന്നത് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങള് കൂടുതലായിട്ട് പറയാൻ നമുക്കൊരു താല്പര്യമില്ല. അത്രയും നല്ലൊരു സിറ്റുവേഷനിൽ വെറുതെ വൃത്തികെട്ട പേര് പറയുന്നത്. എന്തായാലും ഇതൊരു വലിയ മേക്കിംഗ് ഉള്ള മൂവിയാണ്. നമ്മൾ നമ്മുടെ ആഗ്രഹമാണ് ലൈക്ക് കൂടുതൽ മലയാളം സിനിമയിലെ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാസ്റ്റിംഗ്. ആൻഡ് നമ്മള് ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് ഞങ്ങൾ ചെറിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീമനായിട്ട് ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ ലാലേട്ടനോട് കട്ടക്ക് നിൽക്കുന്നവർ തന്നെ ഓപ്പോസിറ്റ് ഒരുപാട് മുഹൂർത്തങ്ങൾ വരുന്ന ഒരു ഇമോഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ള. അപ്പൊ ഹിന്ദിയിലെ നടന്മാർക്ക് ഒരുപാട് റീച്ച് കൂടുതലുണ്ടെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മലയാളം തമിഴ് തീർച്ചയായിട്ടും ഈ സിനിമ ഇറങ്ങാനുള്ള സാധ്യതകളെക്കാളും ഉപരി ഇറങ്ങാതിരിക്കാനുള്ള സാധ്യതകളാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫിലിംസിനെല്ലാം ഇതൊരു അടിയാണ്. പ്രത്യേകിച്ച് ബാഹുബലി ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിം കയറി ഇന്ത്യയിൽ തന്നെ ടോപ്പ് 1 ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത എന്തിരൻ 2.0 അതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് ഒരു കൊച്ചു ഫിലിം ഇൻഡസ്ട്രി നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു പടം ഇറങ്ങുന്നത്. കമലഹാസൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ അവാർഡ് വരുമ്പോഴെല്ലാം നോർത്ത് ഇന്ത്യൻ ലോബികൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ കൈ അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ സൗത്ത് ഇന്ത്യൻസിന് അവാർഡ്. വലിയ നേട്ടമാണ് ഇന്ത്യൻ സിനിമയ്ക്കും വേൾഡ് മൂവിക്കും വലിയൊരു നേട്ടമാണ് ഈ സിനിമ. നല്ല ലോക സിനിമയ്ക്ക് മുമ്പിൽ ഇന്ത്യൻ സിനിമയുടെ പേരിൽ മലയാള സിനിമ നൽകുന്ന ഒരു പ്രസന്റേഷൻ മഹാഭാരതം. എന്തായാലും മലയാള സിനിമയും നമ്മുടെ ഇന്ത്യൻ സിനിമകളിലെ എല്ലാ ഒട്ടുമിക്ക വലിയ സിനിമാ താരങ്ങളും ഒരു എപ്പിക് മൂവീസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും എല്ലാവർക്കും ഞങ്ങളുടെ ബെസ്റ്റ് വിഷസ്. എല്ലാ മൂവിയും നല്ല സിനിമകളായി ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന മൂവി ആകട്ടെ. അടുത്ത ആഴ്ച എല്ലാവരും ഇന്ത്യൻ സിനിമ തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമ അടുത്ത ആഴ്ച റിലീസ് ഉണ്ട്, ബാഹുബലി 2 ദ കൺക്ലൂഷൻ. ഞങ്ങൾ കഴിയുന്നത് ഫസ്റ്റ് ഡേ തന്നെ മൂവി കണ്ടിരിക്കും. ഫസ്റ്റ് ഡേ കണ്ടില്ലെങ്കിൽ ചിലപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ കാലഘട്ടത്തിൽ. അതിനെ നമ്മൾ കണ്ടിട്ട് അടുത്ത ആഴ്ച ഒരു നല്ല റിവ്യൂമായി ബാഹുബലി 2 ദ കൺക്ലൂഷന്റെ റിവ്യൂ ഡിസ്കഷനുമായി ഞങ്ങൾ 4 പേരും എത്തും. അപ്പം താങ്ക് യു. അപ്പൊ എന്തായാലും ടീം പടം പുരാണം ഒറ്റ നോക്കിയിരിക്കുന്ന ഒരു മൂവിയാണ്. ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ
വരട്ടെ. കാലത്തെയും വലിയൊരു 2020 പടം റിലീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്റെ റിവ്യൂ കാലത്തെയും വലിയൊരു ഹിറ്റ് ആവട്ടെ. ആകും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ടു പടം പുരാണം. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ബൈ. ഒരു തമ്പനയിൽ ഫോട്ടോ എടുക്കണ്ടേ?